മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിരന്റെ ചോദ്യത്തെ കേട്ട ഭീഷ്മൻ ധർമ്മസ്വരൂപിയായ ഈശ്വരനെ വണങ്ങിക്കൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ധർമ്മജിജ്ഞാസുവായ യുധിഷ്ഠിര, പ്രജാരഞ്ജനത്തെയും ശ്രേയസിനെയും ഇച്ഛിക്കുന്ന രാജാവ് എപ്പോഴും ദേവന്മാരെയും ബ്രാഹ്മണരെയും അനാദരിക്കാതിരിക്കണം. ദേവബ്രാഹ്മണ പൂജ കൊണ്ട് തന്നെ എല്ലാ ദോഷങ്ങളും നീങ്ങും. ഭൂമിയിൽ പ്രത്യക്ഷമായി സഞ്ചരിക്കുന്ന ബ്രഹ്മതത്വമാണ് ബ്രാഹ്മണരെന്ന് പറയണം. അതിനാൽ അവരെ ഏതവസരത്തിലും മാനിക്കണം. അതുപോലെ ഏതവസരത്തിലും രാജാവിന് കൈയൊഴിയാൻ പാടില്ലാത്ത ഒരു ശക്തിയാണ് സത്യം. സത്യമാണ് ഇഹത്തിലും പരത്തിലും രാജാവിന്റെ രക്ഷാകവചം. സത്യത്തിന്റെ പരിപാലനം കൊണ്ട് തന്നെ രാജാവിന് എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാകും. എങ്കിലും പൗരുഷത്തെ മുൻനിർത്തി പ്രവർത്തിക്കാതിരിക്കുകയുമരുത്. ദൈവത്തെ മാത്രം ആശ്രയിച്ച് തക്ക സമയത്ത് വേണ്ടത് പ്രവർത്തിക്കാതിരിക്കാറുണ്ട് ചിലർ. അത് ശരിയല്ല. ദൈവവും ഫലഹേതുവാണ്. എങ്കിലും പൗരുഷത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. സത്യസന്ധനും ധർമ്മനിഷ്ഠനും മൃദുവും ദാന്തനുമായിരിക്കണം രാജാവ്. എങ്കിലും കൂടുതൽ മൃദുവായിരിക്കാനും പാടില്ല. അധർമ്മികളെ തക്ക നിലയിൽ ശിക്ഷിക്കുന്നതിൽ ഉദാസീനനാവരുത്. അങ്ങനെ വന്നുവെങ്കിൽ അത് മൃദുത്വം കൊണ്ടല്ല, ഭീരുത്വം കൊണ്ടാണ്. ഒരിക്കലും ഭീരുവാകരുത് രാജാവ്. ധീരനും ആജ്ഞാശക്തിയുള്ളവനുമാവണം. ഗൗരവത്തിനും ശിക്ഷയ്ക്കും കുറവ് വരുത്തിയാൽ പരിജനങ്ങൾ പോലും അദ്ദേഹത്തിന് വിധേയനല്ലാതായിത്തീരും. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ബ്രാഹ്മണനെ ശരീരദണ്ഡം ചെയ്യരുത് എന്നാണ് നിയമം. നിവൃത്തിയുള്ളിടത്തോളം ആ നിയമത്തെ പാലിക്കുകയും വേണം. എന്നാൽ അവരുടെ പ്രവൃത്തി പലരുടെയും ലോകയാത്രയ്ക്ക് വിഘാതമായി തീരുന്നുവെങ്കിൽ അവരെയും ശിക്ഷിക്കണം. രാജാവിൽ ആർക്കും അലക്ഷ്യഭാവം ഉണ്ടാവാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ അധർമ്മം വളരാൻ തുടങ്ങും. അതിനാൽ ആവശ്യത്തിലധികം സൗമ്യഭാവം രാജാവിന് ഭൂഷണമല്ല. ഗൗരവവും ആജ്ഞാശക്തിയും എപ്പോഴും ഉണ്ടാവണം. കൂടാതെ ഹേ യുധിഷ്ഠിര, രാജാവ് എപ്പോഴും ഉദ്യമശാലിയായിരിക്കണം. പുതിയ പുതിയ ആരംഭങ്ങൾ ഓരോ ദിവസവും പുതിയതായി ആരംഭിക്കുകയും സംഘടിപ്പിക്കുകയും വേണം. ശത്രുക്കളെയും മിത്രങ്ങളെയും എപ്പോഴും തിരിച്ചറിയുകയും വേണം. സന്ധി ചെയ്ത് മിത്രമാക്കി തീർക്കേണ്ടവരെ എതിർക്കാനോ ആക്രമിക്കാനോ പോകരുത്. സന്ധി ചെയ്യേണ്ടവരെ സന്ധി കൊണ്ട് തന്നെ വശത്താക്കണം. എന്നാൽ അതേ സമയത്ത് ശത്രുക്കളോടും ദുഷ്ടന്മാരോടും സന്ധി ചെയ്യുന്നത് ആപൽക്കരമാണ് താനും. സജ്ജനങ്ങളോടാണ് സന്ധി ചെയ്ത് യോജിക്കേണ്ടത്. ദുർജനങ്ങൾ പ്രബലന്മാരാണെങ്കിലും അവരോടുള്ള ചേർച്ച ശ്രേയസിന് കാരണമാവില്ല. മിക്കപ്പോഴും അനർത്ഥങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതിനാൽ സന്ധി ചെയ്യേണ്ടവരെ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരോട് മാത്രമേ സഖ്യം ചെയ്യാവൂ. അതുപോലെ ശത്രുക്കളെയും തിരിച്ചറിയണം. സന്ദർഭം കിട്ടുമ്പോൾ ശത്രുക്കളെ കീഴൊതുക്കാൻ അശ്രദ്ധ കാണിക്കരുത്. ശത്രുക്കളിൽ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു രാജാവിന് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ. ഒരു രാജാവിന്റെ ചാരന്മാരെയോ മന്ത്രാലോചനയെയോ മറ്റുള്ളവരറിയാൻ ഇടവരരുത്. ചാരന്മാർ വളരെ സമർത്ഥരും മന്ത്ര ആലോചന വളരെ ഗുപ്തവുമായിരിക്കണം. ശിക്ഷാവൃത്തി അപരാധത്തിനനുസരിച്ച് പ്രായേണ എല്ലാവരിലും ഒരുപോലെയാണ് പ്രവർത്തിക്കേണ്ടത്. എന്നിരുന്നാലും സജ്ജനങ്ങളെയും ദുർജനങ്ങളെയും തിരിച്ചറിഞ്ഞു തന്നെ ചെയ്യണം. സജ്ജനങ്ങൾ മിക്കപ്പോഴും അപരാധികളാവാൻ ഇടവരില്ല. അഥവാ സത്തുക്കൾ എന്തെങ്കിലും കാരണവശാൽ വല്ല അപരാധവും ചെയ്യാൻ ഇടവന്നാലും അവരെ മൃദുവായി ശിക്ഷിക്കണം. പ്രായേണ ജനങ്ങൾക്ക് സ്വന്തം പിതാവിനെ എന്ന പോലെ രാജാവിനെ വിശ്വാസമുണ്ടാകണം. സ്വാഭാവികമായി തന്നെ രാജാവിൽ ഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുണ്ടായാൽ മാത്രമേ പ്രജകൾക്കും രാജാവിനും പിതൃപുത്ര നിർവിശേഷമായ രഞ്ജിപ്പുണ്ടാകൂ. അങ്ങനെയുള്ള രഞ്ജിപ്പാണ് നാട്ടിലെ ക്ഷേമത്തിന് നിദാനം. ഹേ യുധിഷ്ഠിര, ധർമ്മമാകുന്ന പാൽ സമുദ്രത്തെ കടഞ്ഞെടുത്ത വെണ്ണയാണ് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നത്. ദേവാചാര്യനായ ബൃഹസ്പതിയാണ് രാജധർമ്മത്തെക്കുറിച്ച് കൂടുതൽ നിരൂപിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ പല ആചാര്യന്മാരും രാജധർമ്മത്തെ പ്രശംസിക്കുകയും നിരൂപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ദേവാചാര്യനോളം ആരും തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയാണ് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നത്. ഒരു പ്രകാരത്തിൽ പറയുമ്പോൾ രാജധർമ്മം മറ്റെല്ലാ ധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റു ധർമ്മങ്ങളെയെല്ലാം നിലനിർത്തുന്നത് രാജധർമ്മമാണ്.
ധർമ്മപരിപാലകനായ രാജാവില്ലാത്ത സ്ഥലത്ത് ഒരു ധർമ്മവും ശരിക്ക് നടക്കാൻ പോകുന്നില്ല. അതിനാൽ മറ്റെല്ലാ ധർമ്മങ്ങൾക്കും കാരണമായിരിക്കുന്നു രാജധർമ്മമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇനി രാജാവ് എങ്ങനെയായിരിക്കണമെന്ന് കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. സമർത്ഥന്മാരായ ചാരന്മാർ രാജാവിൻ്റെ മുഖ്യ ശക്തിയാണ്. അവരുടെ അഭിപ്രായങ്ങളെയും പ്രവൃത്തികളെയും സൂക്ഷ്മമായി അറിയാതെ ശത്രുമിത്രങ്ങളെയും മധ്യവർത്തികളെയും അറിയാൻ വയ്യ. അതുപോലെ ധർമ്മലോപങ്ങളെയും അപ്പപ്പോൾ അറിയുന്നത് ചാരന്മാർ മുഖേനയാണ്. സജ്ജനങ്ങളെയും കുലീരന്മാരെയും എപ്പോഴും പ്രീണിപ്പിക്കണം. ആവശ്യമുള്ളിടത്ത് ദാനത്തിനും ലോഹം കാണിക്കരുത്. അനർഹമായതിനെ വാങ്ങുകയുമരുത്. ശത്രു എത്ര നിസ്സാരനായാലും വച്ചു പൊറുപ്പിക്കുന്നത് ആപത്താണ്. അതിനാൽ അങ്ങനെയുള്ളവരെ നശിപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യണം. എല്ലാറ്റിനും പുറമെ എപ്പോഴും ഉത്സാഹിയും കർമ്മനിരതനുമായിരിക്കണം ഒരു രാജാവ്. ആലസ്യമെന്നതൊരിക്കലും സ്പർശിക്കാൻ ഇടവരരുത്. ഉത്സാഹം കൊണ്ടും കർമ്മനിരതത്വം കൊണ്ടുമാണ് ഇന്ദ്രന് ദേവചക്രവർത്തിത്വവും അസുരവിജയവും സാധിച്ചത്. അങ്ങനെ എന്തും സാധിക്കുന്നത് ഉത്സാഹം കൊണ്ട് മാത്രമാണ്. അതിനാൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു രാജാവ് എപ്പോഴും ഉത്സാഹിയും കർമ്മനിരതനുമായി തന്നെ ഇരിക്കണം. അങ്ങനെ രാജധർമ്മങ്ങളെയും രാജാവിൻ്റെ ജീവിതത്തെയും വിശദീകരിച്ചുകൊണ്ട് ഭീഷ്മൻ പിന്നെയും പലതും പറഞ്ഞുകൊടുത്തു. ഭഗവാനടക്കം സദസ്സിലുള്ള എല്ലാവരും വളരെ ആഹ്ലാദിക്കുകയും ചെയ്തു. അവസാനം ഇനി എന്താണ് കേൾക്കേണ്ടതെന്ന് പിതാമഹൻ ചോദിച്ചപ്പോൾ സമയം അസ്തമയമായി. അതിനാൽ ഇനി നാളെ ചോദിക്കാമെന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ എഴുന്നേറ്റു. എല്ലാവരും കൂടി അരമനയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.